അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്നൊരു ടോപ്പിക്കാണ് ഈ ഓൾഡ് ഏജ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമസ്കാരമുണ്ട്. സോ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള കമ്മീഷൻ്റെ കേസ്. അപ്പോൾ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാരെയാണ് നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുക. നമ്മൾ ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് പറയുമല്ലോ, സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്തുള്ള സീനിയർ സിറ്റിസൺസിൻ്റെ വെൽഫെയറും അവരുടെ വെൽബീങ്ങും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമമൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന നിയമസഭ 2025 പാസ്സാക്കിയിട്ടുള്ളൊരു ബില്ലുണ്ട്. ഒരു നിയമമുണ്ട്, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ലോ ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷനെ നമ്മൾ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഈ യുവജന കമ്മീഷനൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ എന്തിനാണ് നമ്മളിപ്പോൾ ഒരു വയോജന കമ്മീഷൻ ഈ അടുത്ത കാലത്തായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ട്രെൻഡ് ഉണ്ട്. കേരളത്തിൽ ആക്ച്വലി പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബിലോ റീപ്ലേസ്മെൻറ്റ് ലെവലിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു പ്രദേശത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 2.1 ആണ്. അതായത് ഈ പറയുന്ന ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു 2.1 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പിൾ ഉണ്ടെങ്കിൽ അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 2 ആൾക്കാർ, പുതിയ ആൾക്കാർ വരണം. ഇതിനെയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1. അപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് ലെവലിനേക്കാട്ടിലും താഴെ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപ്പാൻ, സൗത്ത് കൊറിയ, അതേപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോലെയാണ് കേരളത്തിലെ പോപ്പുലേഷൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംസ്ഥാനത്തിനകത്തുള്ള ജനന നിരക്ക് വലിയ രീതിയിൽ കുറയുമ്പോൾ അതേസമയം നമ്മുടെ ആയുർദൈർഘ്യം കൂടുകയും ചെയ്യുന്ന സമയത്ത് ഒരു കാലം കഴിയുമ്പോഴേക്കും ആ പ്രദേശത്തുള്ള പോപ്പുലേഷൻ്റെ വലിയൊരു ശതമാനം ആൾക്കാരും ഈ പ്രായമുള്ള ആൾക്കാരായിട്ട് മാറും. അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആൾക്കാരും ഓൾഡ് ഏജ് പീപ്പിളായിട്ട് അല്ലെങ്കിൽ വയോജനങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് നിങ്ങൾക്ക് നിലവിൽ കാണാൻ പറ്റുന്നൊരു ട്രെൻഡ് ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവസാനമായിട്ട് ഇന്ത്യയിലൊരു പോപ്പുലേഷൻ സെൻസസ് നടന്നിട്ടുള്ളത് 2011 അപ്പോൾ ഈ 2011 ശേഷം നമ്മുടെ കേരളത്തിൽ പോപ്പുലേഷൻ സെൻസസ് നടന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട്. ഇപ്പോൾ 2011 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലുള്ള പോപ്പുലേഷൻ്റെ ഏകദേശം 12.5% ആൾക്കാരാണ്, അല്ലെങ്കിൽ 12.6% ആൾക്കാരാണ് ഈ വയോജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ 2011 ശേഷം പിന്നെ ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല. കാരണം 2021 നടക്കേണ്ട സെൻസസ് ഈ COVID-19 പാൻഡമിക് കാരണം നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോഴും ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 2018 ഉള്ളൊരു എസ്റ്റിമേറ്റ് അനുസരിച്ച് കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 23% അടുത്താണ്. അത് 2026, അതായത് ഈ വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 25% ആൾക്കാർ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 20% കൂടുതലൊക്കെ വയോജനങ്ങളുള്ള പ്രദേശങ്ങൾ നമ്മൾ വിളിക്കുക ഏജ്ഡ് പോപ്പുലേഷൻസ് എന്നാണ് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ അങ്ങനെ കാണാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സൗത്ത് കൊറിയ, ജപ്പാനൊക്കെ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അതിന് സമാനമാണ് നമ്മുടെ കേരളത്തിലെ സാഹചര്യം. അപ്പോൾ കേരളത്തിലുള്ള വയോജനങ്ങളുടെ എണ്ണം അത് ഇൻ ടേംസ് ഓഫ് റോ നമ്പർ ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് നമ്മുടെ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത് വളരെ കൂടുതലാണ്. അതായത് കേരളത്തിൽ ശരിക്കും ഈ കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഓൾഡ് ഏജ് പോപ്പുലേഷനുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒക്കെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ അവസ്ഥ വരുന്നതാണ് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ എണ്ണത്തെക്കാട്ടിലും, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് നമ്മളൊരു പോപ്പുലേഷൻ ഫിഗേഴ്സ് അനുസരിച്ച് കുട്ടികളായിട്ട് കണക്കാക്കുക. 15 to 60 വയസ്സുള്ള വരെയുള്ളവരെ നമ്മൾ ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ 15 വയസ്സിൽ താഴെ പ്രായമുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 2046 കഴിയുമ്പോൾ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇത് ഓൾറെഡി സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൾഡ് ഏജ് പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഒരു സൈസബിൾ പോപ്പുലേഷൻ ഈ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാകുമ്പോൾ, ഓക്കെ, ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ, അതേപോലെ തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ, അതായത് നേരത്തെ പറഞ്ഞ ഈ 15 വയസ്സിൽ താഴെ പ്രായമുള്ള ആൾക്കാർ, അതേപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഈ രണ്ട് കൂട്ടരെയും നമ്മൾ വിളിക്കുക ഡിപ്പെൻഡൻസി പോപ്പുലേഷൻ എന്നാണ് പറയാം. അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തി ജീവിക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് നമ്മൾ ഇവരെ കണക്കാക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം ഇവർക്ക് ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല. പക്ഷേ നോർമലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ജോലിക്ക് പോയി ജീവിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ വെൽബീയിങ് നോക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ നമ്മുടെ കേരള ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള മുതിർന്ന പൗരന്മാരുടെ അല്ലെങ്കിൽ വയോജനങ്ങളുടെ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ അവരെ നമ്മൾ മുതിർന്ന പൗരന്മാരെന്ന് വിളിക്കും, വയോജനങ്ങളെന്ന് വിളിക്കും, സീനിയർ സിറ്റിസൺസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ കേരളത്തിനകത്തുള്ള ഈ മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഓക്കെ രൂപീകരിച്ചിട്ടുള്ള കമ്മീഷനാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു, കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു നിയമാനുസൃതമായിട്ടുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ കേരള സ്റ്റേറ്റ് എൽഡർലി കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2025 കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള കേരള സ്റ്റേറ്റ് എൽഡർലി കമ്മീഷൻ ആക്ട് ഉണ്ട്. അതിൻ്റെ മലയാളം കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമം എന്നാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ഓൾഡ് ഏജ് പോപ്പുലേഷനുള്ള പ്രധാനപ്പെട്ട വലിയൊരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ഓക്കെ, കാരണം കേരളത്തിൻ്റെ ഈ ഒരു ഡെമോഗ്രാഫിക് സെറ്റപ്പ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ സൈസ് കൂടുതലാണ്. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കമ്മീഷൻ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഓക്കെ, ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വയോജന കമ്മീഷനെ രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരള സംസ്ഥാനമാണ്. ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇനി ഈ കമ്മീഷൻ ആക്ച്വലി വളരെ പുതുതായിട്ട് വന്നിട്ടുള്ള കഴിഞ്ഞ വർഷത്തിൽ 2025 മാത്രം നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ സ്ഥാനമേൽക്കൽ ചടങ്ങൊക്കെ അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയും കൂടി ആയിട്ടുള്ള ആർ ബിന്ദു ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ 10th ലെവൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ. ആർ ബിന്ദു ആണ്, അത് നമ്മുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് ഈ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതി, ഈ രണ്ട് വകുപ്പുകളുടെയും മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ആണ് ഈ കമ്മീഷൻ്റെ സ്ഥാനമേൽക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഈ വയോജനങ്ങളുടെ അവകാശങ്ങൾ നടപ്പിലാക്കുക. ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള നിയമങ്ങളിലൊക്കെ പറയുന്ന കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ കൃത്യമായിട്ട് ഓൺ ദി ഗ്രൗണ്ട് ഓക്കെ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഓക്കെ റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ വയോജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ
ഈ വയോജനങ്ങൾ അല്ലെങ്കിൽ ഈ സീനിയർ സിറ്റിസൺസ് നേരിടുന്ന അവഗണന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, ചൂഷണം, എക്സ്പ്ലോയിറ്റേഷന്, അതേപോലെ ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പണ്ടൊരു സമയത്തൊക്കെ വളരെ കൂടുതലായിരുന്നു. ഈ പ്രായമായിട്ടുള്ള അമ്മയും അച്ഛനെയൊക്കെ അവിടെ കൊടുന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അതായത് തെരുവി തള്ളിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഈ കമ്മീഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആതുരാലയങ്ങളുണ്ട്. നമ്മുടെ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയില്ലേ, വൃദ്ധസദനങ്ങൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലൊക്കെ ഈ പറയുന്ന കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു അർദ്ധ നീതിന്യായ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ഈ വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഈ വയോജന കമ്മീഷൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള കമ്മീഷൻസ് എല്ലാം, ഇപ്പോൾ വനിതാ കമ്മീഷൻ ആണെങ്കിലും ഈ ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും ഇതെല്ലാം തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡീസാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോടതിക്ക് സമാനമായിട്ടുള്ള ചില അധികാരങ്ങളുള്ള, ഓക്കെ, കോടതിയുടെ എക്സാക്ട് പവേഴ്സ് അല്ല, പക്ഷെ കോടതിക്ക് സമാനമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്ന എന്നാൽ കോടതികളല്ലാത്ത സ്ഥാപനങ്ങളെയാണ് നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ വയോജന കമ്മീഷൻ്റെ കേസിൽ ഇത് തന്നെയാണ് അവസ്ഥ. അവരുടെ അധികാര പരിധിക്കകത്ത് വരുന്ന കാര്യങ്ങളിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷന് കിട്ടും. ഓക്കെ, അതായത് ഇവർക്ക് സാക്ഷികളെ വിളിച്ചു വരുത്താം. അപ്പോൾ ഒരു പരാതി വന്നു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ആ പരാതി പരിഹരിക്കുന്ന സമയത്ത് ഇവർക്ക് സാക്ഷികളെ വിളിച്ചു വരുത്താം, രേഖകൾ ഹാജരാക്കാൻ പറയാം, ഗവൺമെൻറ്റിനോട് നടപടി എടുക്കാൻ ആവശ്യപ്പെടാം, സിറ്റിങ്ങുകൾ നടത്താം. ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടാവും. ഓക്കെ, ഇതിനെയാണ് സിവിൽ കോർട്ടിനുള്ള അധികാരം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും ഇവരുടെ ജോലികൾ നിർവഹിക്കുന്ന സമയത്ത് ഈ വയോജന കമ്മീഷനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ നീതിന്യായ സ്ഥാപനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വയോജന കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണമായിട്ടുള്ള ഈ നിയമത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള, കഴിഞ്ഞ വർഷം മാത്രം നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഒരു 6 മാസത്തിൽ താഴെയായിട്ടുള്ള ഈ കമ്മീഷൻ നിലവിൽ വന്നിട്ട്. അപ്പോൾ ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബില്ല്, ഓക്കെ, ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നത് 2025 മാർച്ച് 19 ഓക്കെ, പക്ഷെ അതിന് മുമ്പ് തന്നെ ഇതൊരു ബില്ലായിട്ട് പാസ്സാക്കിയതൊരു നിയമമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ 2024 ഡിസംബറിൽ കേരള സംസ്ഥാന ഗവർണർ ഇതൊരു ഓർഡിനൻസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരള ഗവർണർ. സോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ 2024 ഡിസംബറിൽ ഇറക്കിയിട്ടുണ്ടായിരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് എന്ന് പറയുന്ന ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഓർഡിനൻസിന് പകരമായിട്ട് വന്ന ബില്ലാണ് ഇത്. കാരണം ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക നിയമങ്ങളാണ്. അതായത് സംസ്ഥാന നിയമസഭയുടെ സഭാ സമ്മേളനങ്ങൾ നടക്കാത്ത സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് തോന്നുകയാണ് അത്യാവശ്യമായിട്ട് ഒരു നിയമം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭയ്ക്ക് നിയമനിർമ്മാണാധികാരമുള്ള ഏതൊരു വിഷയത്തിലും സംസ്ഥാന ഗവർണർക്ക് താൽക്കാലിക നിയമങ്ങളായിട്ടുള്ള ഓർഡിനൻസുകൾ ഇറക്കാം. ഈ ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പരമാവധി 6 മാസമാണ്, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനം നടക്കുന്നത് എന്നാണോ അതുവരെയാണ്. അതിൽ ഏതാണോ ആദ്യം അതായിരിക്കും ഓർഡിനൻസിൻ്റെ കാലാവധി. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത നിയമസഭാ സമ്മേളനം വരുന്ന സമയത്ത് ഇത് ബില്ലായിട്ട് അവതരിപ്പിക്കണം. അങ്ങനെ 2025 മാർച്ചിൽ ഇത് സഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ചു. ഇത് 2025 ഏപ്രിൽ 24 ഈ ബില്ലിന് കേരള സംസ്ഥാന ഗവർണറുടെ അംഗീകാരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് ഈ ബില്ലിന് അംഗീകാരം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്തുനിന്ന് മാറിയിട്ടുണ്ട്. അതിന് പകരം ഇന്ന് നമ്മൾ കേരള ഗവർണറായിട്ട് കാണുന്ന രാജേന്ദ്ര ഖേൽക്കർ, ഓക്കെ, രാജേന്ദ്ര ആർലേക്കർ കേരള സംസ്ഥാന ഗവർണറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഈ ബില്ലിന് അംഗീകാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ അസന്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ള, ഈ ബില്ല് നിയമമാക്കി മാറ്റുന്ന സമയത്ത് ഈ ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന നിയമം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നിയമം നിലവിൽ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഓർഡിനൻസ് ഇറക്കിയ സമയം തൊട്ട് ഈ ബില്ലിന് വാലിഡിറ്റി കിട്ടും. അതിന് നമ്മൾ പറയാം മുൻകാല പ്രാബല്യത്തോടു കൂടി നിലവിൽ വരുന്ന നിയമങ്ങൾ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ
ഇത്തരത്തിൽ 2024 ഡിസംബർ 21 എന്ന് പറയുന്ന ഡേറ്റോട് കൂടിയിട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി നിലവിൽ വന്നൊരു നിയമമാണ് ഈ വയോജന കമ്മീഷൻ നിയമം. ഓക്കെ, അപ്പോൾ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2024 ഡിസംബറിൽ ഈ ഓർഡിനൻസ് വരികയും 2024 ഏപ്രിലിൽ ഇത് നിയമമായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചുമതല ഏറ്റെടുക്കുന്നത് 2025 സെപ്റ്റംബർ 3-നാണ്. അതായത് ഏകദേശം 6 മാസത്തിൽ താഴെ സമയമായിട്ടുള്ളൂ ഈ കമ്മീഷൻ നിലവിൽ വന്നിട്ട്. ഓക്കെ, 2025 സെപ്റ്റംബർ 3-നാണ് ഈ കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചുമതല ഏറ്റെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന വയോജന കമ്മീഷൻ്റെ നിലവിലുള്ള ചെയർമാൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് നിലവിൽ ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാനും 4 അംഗങ്ങളുമാണ് ഈ കമ്മീഷനിൽ ഉണ്ടാവുക, പരമാവധി 4 അംഗങ്ങളും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാനും നിലവിലെ ചെയർമാനും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കമ്മീഷനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി കേരളത്തിലെ ഈ സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ഒരു ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ നിയമത്തിൻ്റെ 3-ാം വകുപ്പിലാണ് ഈ കമ്മീഷൻ്റെ കോമ്പോസിഷനെ കുറിച്ച്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ കമ്മീഷനകത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മീഷനകത്ത് ഒരു ചെയർമാനും അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സണും 4 പേരിൽ കവിയാത്ത അംഗങ്ങളുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അതായത് പരമാവധി 4 അംഗങ്ങളുമാണ് ഉണ്ടാവുക, 4-ൽ കൂടുതൽ മെമ്പേഴ്സ് പാടില്ല. അപ്പോൾ ഒരു ചെയർമാനും അപ് ടു 4 മെമ്പേഴ്സും, പരമാവധി 4 മെമ്പേഴ്സും. ഓക്കെ, അപ്പോൾ ചെയർമാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സോമപ്രസാദ് ഉണ്ട്, പിന്നെ 4 അംഗങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ചെയർമാനെയും അംഗങ്ങളെയും എല്ലാം തന്നെ നിയമിക്കുന്നത് ഈ വകുപ്പ് 3 അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഓക്കെ, കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ നിയമത്തിൽ ഈ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം എന്നുള്ളത്. അതായത് ഈ കമ്മീഷനിലെ ചെയർമാനും മെമ്പേഴ്സും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആയിരിക്കണം. അതായത് 60 വയസ്സ് പൂർത്തിയാവാത്ത ഒരാളെ ഈ വയോജന കമ്മീഷൻ്റെ ചെയർമാനായിട്ടോ മെമ്പേഴ്സായിട്ടോ അപ്പോയിൻ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ 4 അംഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഈ 4 അംഗങ്ങളിൽ ഇവരെല്ലാവരും തന്നെ, ഈ ചെയർമാനും മെമ്പേഴ്സും, അവരൊന്ന് 60 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അവർ വയോജനങ്ങളായിരിക്കണം. രണ്ടാമത് ഈ സീനിയർ സിറ്റിസന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആളുകളായിരിക്കണം എന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയത്തിൽ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഈ ചെയർപേഴ്സൺ ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും. അതേപോലെ തന്നെ ഈ 4 അംഗങ്ങളിൽ ഒരാൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരിക്കണം. ഓക്കെ, ഈ 4 മെമ്പേഴ്സിൽ ഒരു മെമ്പർ ഒന്നെങ്കിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം. ഓക്കെ, രണ്ടിൽ നിന്നും ഓരോരുത്തർ വേണമെന്നല്ല പറയുന്നത്, ഒരു മെമ്പർ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം. ഇനി മറ്റൊരു മെമ്പർ വനിതയായിരിക്കണം. ഓക്കെ, ഇപ്പം നിലവിൽ നമ്മുടെ ഈ കേരള വയോജന കമ്മീഷനിലുള്ള വനിതാ മെമ്പറായിട്ടിരിക്കുന്നത് നമ്മുടെ പഴയ ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിൻ്റെ മകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരാൾ വനിതയായിരിക്കണം എന്നുണ്ട്, 4 ആൾക്കാരിൽ ഒരാൾ വനിതയായിരിക്കണം, ഒരാൾ SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. ഇതാണ് ഈ കമ്മീഷൻ്റെ കോമ്പോസിഷൻ. ഇനി ഇത് കൂടാതെ ഈ കമ്മീഷനിൽ മറ്റു ചില ഓഫീഷ്യൽസ് ഉണ്ട്. ഓക്കെ, അവർ ഈ കമ്മീഷൻ്റെ മെമ്പേഴ്സ് അല്ല, പക്ഷേ മറ്റുള്ള ചില ആളുകൾ ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ കമ്മീഷനിൽ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനകത്ത് അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ കമ്മീഷനിലെ സെക്രട്ടറി ആയിട്ടിരിക്കും. ഓക്കെ, നമ്മളതിനെ മെമ്പർ സെക്രട്ടറി എന്നാണ് പറയുക. ഓക്കെ, കാരണം ഇദ്ദേഹം ഈ കമ്മീഷൻ്റെ ഒരു മുഴുവൻ സമയ അംഗമല്ല, ഈ കമ്മീഷൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. ഓക്കെ, അപ്പോൾ അഡീഷണൽ സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഒരാൾ കമ്മീഷൻ സെക്രട്ടറി ആയിട്ടുണ്ടാവും. നോർമലി ഒരു IAS ഓഫീസറാണ് ഈ സ്ഥാനത്ത് ഉണ്ടാവുക. ഇനി അതുകൂടാതെ
കേരള സംസ്ഥാന നിയമ വകുപ്പിൽ, ഓക്കെ, നമ്മുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലിരിക്കുന്ന, അറ്റ്ലീസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലെങ്കിലും ഇരിക്കുന്ന ഒരാൾ ഈ കമ്മീഷൻ്റെ രജിസ്ട്രാറായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 4 മെമ്പേഴ്സ് ഉണ്ട്, അതുകൂടാതെ ഒരു അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിട്ടുണ്ടാവും. നിയമവകുപ്പിൽ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷൻ്റെ രജിസ്ട്രാറായിട്ട് ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ തന്നെ മൂന്നാമതായിട്ട് ധനകാര്യ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിലെങ്കിലും ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷൻ്റെ ഫിനാൻസ് ഓഫീസറായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരു ചെയർമാനും 4 മെമ്പേഴ്സും കൂടാതെ ഒരു 3 പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനം കൂടി ഈ കമ്മീഷനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു സെക്രട്ടറി ഉണ്ടാവും, ഒരു രജിസ്ട്രാർ ഉണ്ടാവും, ഫിനാൻസ് ഓഫീസർ ഉണ്ടാവും. ഈ 3 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ. ഇവർ 3 പേരും സാധാരണഗതിയിൽ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള IAS ഓഫീസേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ 3 ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സണ് ഗവൺമെൻറ് ഓഫ് കേരളയിലെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളം അലവൻസ്, ഈ ചെയർപേഴ്സൺ ആണെങ്കിലും ഈ കമ്മീഷനിലെ മെമ്പേഴ്സ് ആണെങ്കിലും, ഞാൻ പറഞ്ഞു ഈ കമ്മീഷൻ്റെ സെക്രട്ടറി, രജിസ്ട്രാർ, അതേപോലെ ഫിനാൻസ് ഓഫീസർ, ഇവർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട്, കാരണം ഇവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഈ കമ്മീഷനിലെ ചെയർപേഴ്സണ് 4 മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ശമ്പളം, അലവൻസ്, ഈ വക കാര്യങ്ങളൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത്. അതായത് ഗവൺമെൻറ് ഓഫ് കേരള ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ട്, ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് പറയും കമ്മീഷന് ഇത്ര ബത്തയുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ഇത്ര അലവൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതനുസരിച്ചിട്ടുള്ള ശമ്പളവും അലവൻസസും ഒക്കെ അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആളുകളെ കൂടാതെ, ഓക്കെ, ഇപ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 4 മെമ്പേഴ്സ് ഉണ്ട്, അതുകൂടാതെ 3 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ കമ്മീഷന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, എപ്പോഴും വേണമെന്നില്ല, കമ്മീഷൻ ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് ഇവർക്ക് ചില ആളുകളെ കമ്മീഷനിൽ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വിളിക്കാൻ പറ്റും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്നാണ് പറയാം. അതായത് കമ്മീഷൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത്, ഇപ്പോൾ കമ്മീഷന് പുറത്തുനിന്നുള്ള ഒരാളുടെ അഡ്വൈസ് എടുക്കണമെന്ന് വെച്ചോ, ഓക്കെ, അതല്ലെങ്കിൽ കമ്മീഷൻ്റെ മുന്നോട്ട് പോക്കുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള ഒരാളുടെ ആവശ്യം കമ്മീഷൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ പ്രത്യേക അറിവുള്ള 2ൽ കൂടാത്ത ആളുകളെ, അതായത് മാക്സിമം 2 പേരെ വരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് കമ്മീഷൻ്റെ യോഗങ്ങളിൽ ഇവർക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവർ കമ്മീഷനിലെ അംഗങ്ങളല്ല, അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ക്ഷണിതാക്കൾക്ക് ഒരിക്കലും വോട്ടവകാശം ഉണ്ടാവില്ല. പകരം ഗവൺമെൻറ് ഓഫ് കേരള തീരുമാനിക്കുന്ന അലവൻസ് ഇവർക്ക് കിട്ടും. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഇവർ പങ്കെടുക്കുന്ന സമയത്ത് അതിന് വേണ്ടി വരുന്ന ചിലവുകൾ എന്താണോ അത് ഗവൺമെൻറ് കൊടുക്കുക ചെയ്യുക. ഇവർക്ക് യാത്രാപത്തയും കാര്യങ്ങളൊക്കെ, യാത്രാപത്ത, അതേപോലെ തന്നെ സ്റ്റേ, ഇതൊക്കെ കൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാക്സിമം 2 ക്ഷണിതാക്കൾ വരെ ആവാം. പക്ഷെ അത് വിഷയാധിഷ്ഠിതമായിട്ടാണ് ഈ ക്ഷണിതാക്കളെ വിളിക്കുക, എല്ലാ കാലത്തും ഒരേ ആൾക്കാരായിരിക്കില്ല. ഓക്കെ, ഇനിയുള്ളത് ഈ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും കാലാവധി, ഇവരെ പുറത്താക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയായിട്ട് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, 3 വർഷമാണ്. അപ്പോൾ ഈ 3 വർഷമാണ് ഇവരുടെ കാലാവധിയെങ്കിലും ഇവർക്കൊരു അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, പരമാവധി പ്രായം പറഞ്ഞിട്ടില്ല. സ്ഥാനം ഏറ്റെടുക്കുന്നത് തൊട്ട് 3 വർഷം. ഇനി 3 വർഷം പൂർത്തിയാവുന്ന സമയത്ത്, ഇപ്പോൾ ചെയർമാൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്, ഈ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഈ ചെയർമാന് 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിയണം. പക്ഷേ സപ്പോസ് ഒരു സിനാരിയോ ആലോചിക്കുക, നിലവിലുള്ള ചെയർമാൻ അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന സമയത്ത് പുതിയ ചെയർമാൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ ചെയർമാന് 3 വർഷം കാലാവധി പൂർത്തിയായി, അപ്പോൾ അദ്ദേഹം റിട്ടയർ ആവണം. പക്ഷെ ആ സമയം എപ്പോഴേക്കും ഇദ്ദേഹം റിട്ടയർ ആവുന്ന സമയത്ത് പുതിയ ചെയർമാനെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പുതിയ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു 6 മാസം വരെയോ ഇദ്ദേഹത്തിന് ചെയർമാൻ സ്ഥാനത്ത് തുടരാം. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ചെയർമാൻ്റെ കാലാവധി 3 വർഷമാണെങ്കിലും പരമാവധി 3.5 വർഷം വരെ അവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 3 വർഷത്തെ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് പുതിയ ചെയർമാൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഈ പുതിയ ചെയർമാൻ വരുന്നത് വരെ
അല്ലെങ്കിൽ 6 മാസം വരെ. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ ചെയർമാന് ആ സ്ഥാനത്ത് തുടരാൻ പറ്റും. ഓക്കെ. ഇനി ഇത് കൂടാതെ ഈ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു രാജിക്കത്ത് കൊടുത്തുകൊണ്ട് ഇവർക്ക് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോവാം. ഓക്കെ. കേരള ഗവൺമെൻറ്റിന് രാജിക്കത്ത് കൊടുത്തുകൊണ്ട് ഇവർക്ക് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോവാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഈ വയോജന കമ്മീഷൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ മെമ്പേഴ്സൊക്കെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കെ മരണപ്പെടുക, അല്ലെങ്കിൽ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ പുറത്താക്കാൻ പറ്റും. അങ്ങനെ പുറത്താക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്തൊരു വേക്കൻസി വരും, ഒഴിവ് വരും. ഓക്കെ. അപ്പോൾ അങ്ങനൊരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് അവിടെ നിയമനം നടത്തണം, പുതിയ നിയമനം നടത്തണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതായത് മരണം കാരണം, രാജി കാരണം, പുറത്താക്കൽ കാരണമൊക്കെ ഒരു വേക്കൻസി, അത് ചെയർമാൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ ഓഫീസിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയ ആളെ ആ സ്ഥാനത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾ, ഇങ്ങനെ വേക്കൻസി കാരണം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ആ വേക്കൻസി വന്ന ആളുടെ ബാക്കി കാലം മാത്രമേ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 2025 സെപ്റ്റംബറിലാണ് ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവർക്ക് 3 വർഷമാണ് കാലാവധി. ദാറ്റ് മീൻസ് 2028 സെപ്റ്റംബർ വരെയാണ് കാലാവധി. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരു സിനാരിയോ ആലോചിക്കുക, 2026 സെപ്റ്റംബർ ആയപ്പോൾ ഈ കമ്മീഷൻ്റെ ചെയർമാൻ രാജിവെച്ചു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെൻറ് എന്ത് ചെയ്യും? പുതിയ ഒരു ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യും. പക്ഷേ ഈ പുതിയ ചെയർമാന് ഫ്രഷായിട്ട് 3 വർഷത്തെ കാലാവധി കിട്ടില്ല. ഈ പുതുതായിട്ട് വരുന്ന ചെയർമാന് രാജിവെച്ച ചെയർമാൻ്റെ ബാക്കി കാലാവധി മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അതായത് ഈ ഇങ്ങനെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പീരീഡ് മാത്രമേ പുതിയ ആളുകൾക്ക് കിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ ചെയർമാനെയും മെമ്പേഴ്സിനെയും ഓക്കെ അവർ ഈ സ്ഥാനത്ത് തുടരുവോളം, ഓക്കെ, അവർ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഇവർ വേതനം പറ്റുന്ന മറ്റു ജോലികളോ പ്രതിഫലമുള്ള മറ്റു പ്രവൃത്തികളിലോ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവർ ഈ ചെയർമാനായിട്ടിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അംഗങ്ങളായിട്ടിരിക്കുന്നിടത്തോളം കാലം ഇവരെന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള തൊഴിലുകളിൽ ഏർപ്പെടാൻ പറ്റൂല. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, ഇപ്പോഴത്തെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ചെയർമാൻ ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹം ഒരു വക്കീലാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല? ഈ ചെയർമാനായിട്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വക്കീൽ പണി അദ്ദേഹം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രതിഫലം കിട്ടുന്ന മറ്റുള്ള പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ബിസിനസ് പോലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ അതേപോലെ ഇവരുടെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാലും ഇവരെ ഒരു പ്രാവശ്യം കൂടി റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 പ്രാവശ്യം വരെ ഈ സ്ഥാനത്തിരിക്കാൻ ഇവർക്ക് അർഹതയുണ്ട്. ദാറ്റ് മീൻസ് ഒരിക്കൽ ഇവരെ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്നിൽ കൂടുതൽ തവണ റീഅപ്പോയിൻമെൻറ്റ് പാടില്ല. 2 ടേമിൽ കൂടുതൽ ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസി വന്നത് കാരണം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട മെമ്പറോ ചെയർമാനോ ആണെങ്കിൽ അവരുടെ കാലാവധി, അതായത് അവരുടെ റിമൈനിങ് പീരീഡ് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ അവർക്ക് ഫ്രഷ് ആയിട്ട് 2 ടേം കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇവർ റീഅപ്പോയിൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 2 ടേമുകളിൽ ഇവർക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹത ഉണ്ട്. ഓക്കെ. ഒരു പ്രാവശ്യം ഇവരുടെ ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അതായത് റീഅപ്പോയിൻമെൻറ്റ് ഒരിക്കൽ പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഇവരുടെ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇവരെ പിരിച്ചുവിടാനുള്ള അല്ലെങ്കിൽ പുറത്താക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളുടെ പേരിലാണ് ഈ വയോജന കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പറ്റുക എന്ന് നോക്കിയാൽ അതിൽ പറയുന്ന കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം, ഒരു കോടതി ഇവരെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം. പാപ്പരായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആളുടെ കയ്യിൽ നിന്നോ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചു, നിങ്ങൾക്ക് ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ. നിങ്ങളുടെ ആസ്തി മുഴുവൻ വിറ്റാൽ പോലും നിങ്ങൾക്ക് ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ ഒരു പാപ്പർ ഹർജി കൊടുക്കാം. ഓക്കെ. അതിന് ഇൻസോൾവൻസി ഫയൽ ചെയ്യാന്നാണ് പറയാം. അപ്പോൾ കോടതി ഇത് പരിശോധിച്ചിട്ട് കോടതി എന്ത് പറയും? നിങ്ങളുടെ ആസ്തി നിങ്ങളുടെ കടത്തെക്കാട്ടിലും കുറവാണെങ്കിൽ കോടതി പറയും ഇയാളുടെ ആസ്തി മൊത്തം ജപ്തി ചെയ്യും,
ഓക്കെ, ഇയാളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ ഈ ബാക്കി കടം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനുമല്ല. അപ്പോൾ ഇങ്ങനെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാം. അതേപോലെ തന്നെ മോറൽ ടേർപ്പിറ്റ്യൂഡ് അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മോശമായ സ്വഭാവം, ഓക്കെ, അല്ലെങ്കിൽ സാൻമാർഗിക ദൂഷ്യം എന്നൊക്കെ പറയും, അത് ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ കോടതി ഇവരെ ശിക്ഷിക്കുകയും അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഇവരെ പുറത്താക്കാം. അതായത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കാൻ പറ്റില്ല. ഇവർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യം, ഇവരെ ശിക്ഷിച്ചാൽ മാത്രം പോരാ, കോടതി ഇവരെ ശിക്ഷിക്കുന്നത് ജയിൽ സെൻറ്റൻസിനായിരിക്കണം, തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിക്കണം. അങ്ങനെ തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിച്ചിട്ടുള്ള കുറ്റകൃത്യം ഒരു ധാർമ്മികമായിട്ട് അധാർമികമായിട്ടുള്ള അല്ലെങ്കിൽ സാൻമാർഗിക ദൂഷ്യമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് എന്ന് സർക്കാരിന് തോന്നിയാൽ അതിൻ്റെ പേരിൽ ഇവരെ പുറത്താക്കാം. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം മാനസികമായിട്ടുള്ള സ്ഥിരത ഇല്ലാതിരിക്കുക. ഓക്കെ, അൺസൗണ്ട് മൈൻഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് ഒരാൾ ബുദ്ധിസ്ഥിരത അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്ഥിരത ഇല്ലാത്ത ഒരാളാണെന്ന് ഒരു കോടതി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പേരിലും ഇവരെ പുറത്താക്കാം. ഓക്കെ, അൺസൗണ്ട് മൈൻഡ് ആണെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലും ഇവരെ പുറത്താക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ കമ്മീഷൻ്റെ അനുവാദം കൂടാതെ ഏതെങ്കിലും ഒരു അംഗം തുടർച്ചയായി കമ്മീഷൻ്റെ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ, ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് ലീവ് അപ്ലിക്കേഷൻ കൊടുക്കാതെ പ്രോപ്പറായിട്ട് ലീവ് എടുക്കാതെ തുടർച്ചയായിട്ട് 3 യോഗങ്ങളിൽ ചെയർമാനോ അംഗങ്ങളോ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇവരെ പുറത്താക്കാം. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസിയുടെ കേസിൽ അല്ലെങ്കിൽ പാപ്പരായി കഴിഞ്ഞാൽ പുറത്താക്കാം. സാൻമാർഗിക ദൂഷ്യം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൽ കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാം. മാനസിക സ്ഥിരത ഇല്ലാത്ത ഒരാളാണെന്ന് കോടതി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പേരിൽ പുറത്താക്കാം. അതേപോലെ തന്നെ 3 യോഗങ്ങളിൽ കൂടുതൽ തുടർച്ചയായിട്ട് അനുവാദം കൂടാതെ പങ്കെടുക്കാതിരുന്നാൽ പുറത്താക്കാം. ഇനി അഞ്ചാമതായിട്ട് ഈ ചെയർമാനോ അംഗങ്ങളോ അവരുടെ ഔദ്യോഗിക പദവി വയോജനങ്ങളുടെയോ പൊതുജനങ്ങളുടെയോ താല്പര്യങ്ങൾക്ക് ദോഷമാകുന്ന വിധത്തിൽ ദുരുപയോഗം ചെയ്തതായിട്ട് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഓക്കെ, മിസ്യൂസ് ഓഫ് പവർ എന്ന് പറയും. ഓക്കെ, അതായത് വയോജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായിട്ട് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇവരെ പുറത്താക്കാം. ഇനി അതേപോലെ തന്നെ ഈ കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കമ്മീഷൻ്റെ ചെയർമാനോ അംഗങ്ങളോ വിസമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലും ഇവരെ പുറത്താക്കാം. ഇനി അവസാനമായിട്ട് ഈ കമ്മീഷനിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിനുള്ള പ്രാപ്തി ഇദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലും പുറത്താക്കാം. അപ്പോൾ ഈ 7 കാര്യങ്ങളുടെ പേരിലാണ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും സംസ്ഥാന ഗവൺമെൻറ്റിന് അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്താക്കാൻ പറ്റുക. ഓക്കെ, ഈ മോറൽ ടേർപ്പിറ്റ്യൂഡ് ഇൻവോൾവ് ആവുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷനൊന്നുമില്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, അതായത് ഇവരെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ജയിൽ സെൻറ്റൻസ് കിട്ടുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പോലെയാണ് അതിനകത്ത് മോറൽ ടേർപ്പിറ്റ്യൂഡ് ഇൻവോൾവ് ആണോ അല്ലയോ എന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഷണം, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിന് അത് ചെയ്യാം. അത് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ സാധാരണഗതിയിൽ ഈ മോറൽ ടേർപ്പിറ്റ്യൂഡ് ഒന്നും വേണമെന്നില്ല. ഏത് കുറ്റകൃത്യത്തിൽ ജയിൽ സെൻറ്റൻസിന് വിധിച്ചു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കും. പ്രാക്ടിക്കലി സംഭവിക്കാറുള്ളത് അതാണ്. കാരണം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഈ കമ്മീഷൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ അത് വിവാദമാവുകയും ചെയ്യും. ഓക്കെ, ഈ മോറൽ ടേർപ്പിറ്റ്യൂഡ് നമുക്കൊരു ലീഗൽ ടേമിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലുള്ള അംഗങ്ങളെ പുറത്താക്കാനുള്ളൊരു കണ്ടീഷനാണ് ഈ മോറൽ ടേർപ്പിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ സാധാരണഗതിയിൽ ഇവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കും. ഓക്കെ, അത് ഇന്ന കാര്യമൊന്നുമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഏത് കുറ്റകൃത്യവും ഗവൺമെൻറ്റിന് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, അതിന് കൃത്യമായിട്ടൊരു എക്സാമ്പിളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുക, ലീഗൽ അഡ്വൈസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കാനുള്ള കാരണങ്ങൾ. ഓക്കെ, പാപ്പരായിട്ട് പ്രഖ്യാപിക്കുക, സാൻമാർഗിക ദൂഷ്യം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിനകത്ത് ശിക്ഷിക്കപ്പെട്ടതായിട്ട് സംസ്ഥാന സർക്കാരിന് തോന്നുക, മാനസിക സ്ഥിരത ഇല്ലാത്ത ആളാണെന്ന് കോടതി പ്രഖ്യാപിക്കുക, 3 യോഗങ്ങളിൽ പെർമിഷൻ ഇല്ലാതെ തുടർച്ചയായിട്ട് പങ്കെടുക്കാതിരിക്കുക, ഔദ്യോഗിക പദവി ഈ പറയുന്ന വയോജനങ്ങളുടെയോ
സംസ്ഥാനത്തിലെ പൊതുജനത്തിൻ്റെയോ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുക, പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുക. അപ്പോൾ ഈ കാരണങ്ങളുടെ പേരിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇവരെ പുറത്താക്കാൻ പറ്റുക. പക്ഷേ ഈ കാരണങ്ങളുടെ പേരിൽ ഇവരെ പുറത്താക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇവരെ പുറത്താക്കാൻ പറ്റില്ല. ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കുക, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, സ്വാഭാവിക നീതി എന്ന് പറയും. ഓക്കെ, അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കമ്മീഷനിലെ ചെയർമാനെതിരായിട്ടോ അംഗങ്ങൾക്കെതിരായിട്ടോ ഇത്തരത്തിൽ ഇവരെ പുറത്താക്കാൻ കാരണമായിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ സംസ്ഥാന ഗവൺമെൻറ് അവരോട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടും. ദാറ്റ് മീൻസ് ഹിയറിംഗ് വെക്കും. അവരുടെ പക്ഷം കൂടി കേട്ടതിന് ശേഷമേ നടപടി സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കോടതിയൊക്കെ ശിക്ഷിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവരുടെ ഹിയറിംഗ് നടത്തുക എന്നുള്ളത് ജസ്റ്റ് ഒരു പ്രൊസീജിയർ മാത്രമാണ്, പേരിന് മാത്രം ഒരു ഹിയറിംഗ് നടത്തിയാൽ മതി. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നൊക്കെയുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഹിയറിംഗ് നടത്തണം, അവരുടെ പക്ഷം കൂടി കേൾക്കണം. ഓക്കെ, ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഹിയറിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് ഇവരെ പുറത്താക്കാൻ പാടുള്ളൂ. കാരണം അത് ഈ സ്വാഭാവിക നീതിയുടെ ഭാഗമാണ് ഹിയർ ദി അതർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പക്ഷം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ട് മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഇവരെ പുറത്താക്കാൻ പ്രത്യേകിച്ച് പ്രോസസ്സ് ഒന്നും പറയുന്നില്ല. ഓക്കെ, ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇവർക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. അതായത് ഇവരുടെ കാലാവധിക്ക് ഈ നിയമം ഒരു സുരക്ഷ കൊടുക്കുന്നുണ്ട്. ഓക്കെ, തോന്നുംപടി ഇവരെ പുറത്താക്കാൻ പറ്റില്ല. ഓക്കെ, ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ളിടത്തോളം കാലമല്ല ഇവർ ഈ സ്ഥാനത്തിരിക്കുന്നത്. ഈ 3 വർഷം എന്ന് പറയുന്ന ടേം അവർക്ക് പൂർത്തിയാക്കാൻ പറ്റും. അതിന് മുമ്പ് പുറത്താക്കണമെങ്കിൽ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ മാത്രമേ അവരെ പുറത്താക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഈ അംഗങ്ങളുടെ ചെയർമാൻ്റെയും മെമ്പേഴ്സിനെയും പുറത്താക്കാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈ വയോജന കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ, അതായത് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വയോജന കമ്മീഷൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ കമ്മീഷൻ നിലവിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുക. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ ചുമതല. ഓക്കെ, വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. രണ്ടാമതായിട്ട് ഈ വയോജനങ്ങളിൽ കൃത്യമായിട്ട് ഷെൽട്ടർ ഇല്ലാത്ത, അതായത് താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക്, താമസിക്കാൻ ഇടമില്ലാത്ത വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പുനരധിവാസം ഉറപ്പുവരുത്തുക. പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലം കൊടുക്കൽ മാത്രമല്ല, ഇവർക്ക് ജീവിച്ചു പോകാനുള്ള പുതിയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് താമസിക്കാനുള്ള സ്ഥലമാവാം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കുന്നതാവാം, ഇതൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക, റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ വയോജനങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ അത് ലഭ്യമാക്കാൻ അവരെ സഹായിക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഈ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഈ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുക. ദാറ്റ് മീൻസ് ഇവർക്ക് വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, കോടതി നടപടികളിൽ ഇവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിയമസഹായം ആവശ്യമായിട്ടുള്ള വയോജനങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വയോജനങ്ങളുടെ കഴിവുകളും അവരുടെ അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തി വയോജന സൗഹൃദമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യാം. ഓക്കെ, അതായത് ഇവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ ഇവരുടെ തന്നെ പ്രവൃത്തി പരിചയമൊക്കെ ഉപയോഗിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ നിയമം അനുസരിച്ച് വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ വെൽഫെയറിന് അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഈ കമ്മീഷനെ മറ്റെന്തെങ്കിലും ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അതായത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ
ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ കൂടാതെ വയോജനങ്ങളുടെ സംരക്ഷണം, വയോജനങ്ങളുടെ ക്ഷേമം, ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഈ കമ്മീഷനോട് മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യാം. ഇതാണ് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഓക്കെ, അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായിട്ട് നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കുക. താമസിക്കാൻ ഇടമില്ലാത്തതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ളതോ ആയിട്ടുള്ള വയോജനങ്ങൾക്ക് സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്ന് അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക. നിയമസഹായം ആവശ്യമായിട്ടുള്ള വയോജനങ്ങൾക്ക് അത് ലഭ്യമാക്കുക. അവരുടെ കഴിവുകളും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തി വയോജനങ്ങൾക്ക് സൗഹൃദമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇതുകൂടാതെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ചുമതലകൾ ഉണ്ടെങ്കിൽ ആ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൂടി നിറവേറ്റുക. ഇതാണ് ഈ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സംരക്ഷണവും ക്ഷേമമൊക്കെയാണ്, അത് നേടാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്യേണ്ടതായിട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളും ശരിയായിട്ടുള്ള രീതിയിൽ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള പരിശോധനകളിൽ ഈ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും ഭരണഘടനാ പ്രൊവിഷൻസൊക്കെ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ ന്യൂനതകളോ ഉണ്ടെന്ന്, പോരായ്മകളോ ഉണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി ഉണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരുപാട് സ്കീമുകളുണ്ട്. ഓക്കെ, ഒരുപാട് സർക്കാർ പദ്ധതികളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ട പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നിയമങ്ങൾ, സർക്കാർ ഉത്തരവുകൾ, ഈ കാര്യങ്ങളിലൂടെയൊക്കെ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അത് നടപ്പിലാക്കുന്നതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കുക, റെക്കമെൻഡേഷൻ കൊടുക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ജോലി. ഓക്കെ, വയോ അമൃതമൊക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആട്ടോ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ. പിന്നെ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കാൻ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ വയോജനങ്ങളൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പാലിയേറ്റീവ് കെയർ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയർ, ഈ കിടപ്പ് രോഗികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹെൽത്ത് കെയർ ആവശ്യമായിട്ടുള്ള ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കാരണം നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഈ ആരോഗ്യരംഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. വയോജനങ്ങളുടെ കാര്യം നോക്കുന്നതോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹിക നീതി വകുപ്പാണ്. അപ്പോൾ ഈ 2 വകുപ്പുകളുടെ പ്രവൃത്തികളെ ഏകോപിപ്പിക്കണം. ഇനി ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് വെച്ചോ, ആ പദ്ധതി നടപ്പിലാക്കാനുള്ള പൈസ വരേണ്ടത് എവിടുന്നാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ധനകാര്യ വകുപ്പുമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡെസ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള, അബാൻഡൻഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള, ആരുമില്ലാത്ത അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള, അശരണരായിട്ടുള്ള വയോജനങ്ങളുണ്ടാവും. അവരെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ഏകോപിപ്പിക്കുക. ഓക്കെ, നമ്മൾ ഈ വൃദ്ധസദനങ്ങൾ എന്ന് പറയില്ല, അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന വൃദ്ധസദനങ്ങളുണ്ട്, സന്നദ്ധ സംഘടനകൾ നടത്തുന്ന വൃദ്ധസദനങ്ങളുണ്ട്, പിന്നെ മതവിഭാഗങ്ങൾ, റിലീജിയസ് ഗ്രൂപ്പുകൾ നടത്തുന്ന, ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ നടത്തുന്ന വൃദ്ധസദനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ ആ വൃദ്ധസദനങ്ങളിലൊക്കെ ഇവരെ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ തെരുവിലൊക്കെ കിടന്നുറങ്ങുന്ന പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റും നമ്മുടെയൊക്കെ നാട്ടിൽ, എസ്പെഷ്യലി സിറ്റീസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവരുടെ വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ കുടുംബത്തിലൊന്നും ആരും ഇല്ലാത്ത പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വീടൊക്കെ ഉണ്ടാവും, പക്ഷെ കുടുംബത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ മക്കളൊക്കെ വിദേശത്ത് സെറ്റിൽഡ് ആയിരിക്കും. ഓക്കെ,
അല്ലെങ്കിൽ മക്കളൊക്കെ വേറെ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, അവർക്ക് വീടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നതിനകത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം ഇവർക്ക് അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളെ ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായിട്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സർക്കാരിന് ഉപദേശം കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും പോളിസിയോ അല്ലെങ്കിൽ സ്കീമോ ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അത് എങ്ങനെ നല്ല രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ള കാര്യത്തിൽ ഈ കമ്മീഷൻ സർക്കാരിന് റെക്കമെൻഡേഷൻ കൊടുക്കും. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറയും. ഇനി ഈ സ്കീം നിലവിൽ വന്ന് അത് നടപ്പിലാക്കുമല്ലോ, ഈ പദ്ധതി നടപ്പിലാക്കുമല്ലോ. അപ്പം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ കമ്മീഷൻ എന്ത് ചെയ്യും? ആ പദ്ധതിയുടെ റിവ്യൂ നടത്തും. ഓക്കെ, ആ പദ്ധതി പ്രോപ്പറായിട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി നമ്മൾ എത്ര നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത പദ്ധതിയാണെങ്കിലും നടപ്പിലാക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ കാര്യങ്ങൾ നടപ്പിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അത് റിവ്യൂ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലി. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ അവകാശങ്ങൾ, ഇവരുടെ സംരക്ഷണം, ക്ഷേമം ഇത് നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ വയോജനങ്ങൾക്കെതിരായിട്ട് അതിക്രമണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സുവോ മോട്ടോ നേച്ചറിലോ, സുവോ മോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വമേധയാ കേസെടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വയോജനങ്ങളിൽ ആയിട്ടുള്ള ആളുകളുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണമോ അവരുടെ ക്ഷേമമോ ഒക്കെ നിഷേധിക്കപ്പെട്ടു എന്ന് വെച്ചോ, ഡിപ്രിവേഷൻ ഓഫ് റൈറ്റ്സ് എന്നാ പറയാം. അത് ആരെങ്കിലും നിഷേധിച്ചു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നു എന്ന് വെച്ചോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. അത് രണ്ടാമതായിട്ട് ഇനി പരാതി ഇല്ല, അപ്പോൾ ചില സമയത്ത് ഉണ്ടാവും ഇങ്ങനെ പരാതി ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ മീഡിയാസിലൊക്കെ റിപ്പോർട്ട് വരും. ഓക്കെ, പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ കമ്മീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പരാതി ഇല്ലാതെ തന്നെ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എൻക്വയറി നടത്തണം. അപ്പോൾ ആ എൻക്വയറി നടത്താൻ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇത്തരത്തിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കമ്മീഷൻ ആദ്യം ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തും, ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. ഈ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, ഇത് തെറ്റായിട്ടുള്ളൊരു പരാതിയാണോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവരുടെ അവകാശ ലംഘനമോ അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് അതിക്രമമോ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ പ്രാഥമിക അന്വേഷണം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ യഥാർത്ഥം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു കുറ്റം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളെ അറിയിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ പറയുന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു അതിക്രമം നടന്നു എന്ന് വെച്ചോ, അത് അവരുടെ അവകാശ ലംഘനം മാത്രമല്ല, അതൊരു ക്രിമിനൽ കേസാണ്, ഒരു ഒഫൻസാണ്, കുറ്റകൃത്യമാണ്. അപ്പോൾ കമ്മീഷൻ അതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തും. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ട്, കേസ് എടുക്കണമെന്ന് പറയും. അപ്പോൾ പോലീസ് FIR ഇട്ട് കേസ് അന്വേഷണം നടത്തും. ഓക്കെ, അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ ഇതറിയിക്കണം. ഇനി ഇത് കൂടാതെ അതിൻ്റെ തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഈ വയോജനങ്ങൾക്ക് നിയമസഹായം ആവശ്യമാണെങ്കിൽ അവർക്ക് നിയമസഹായം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലി. ഓക്കെ, വയോജനങ്ങളുടെ അവകാശങ്ങൾ, സംരക്ഷണം, ക്ഷേമം ഇത് നിഷേധിക്കപ്പെടുക, അവർക്കെതിരായിട്ട് അതിക്രമം നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്വമേധയോ ഈ പരാതിയിൽ അന്വേഷണം നടത്തുക, തുടർ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ കൊടുക്കുക. ഇനി അതുകൂടാതെ ഈ വയോജനങ്ങളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകൾ, പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പുകൾ, മറ്റുള്ള കസ്റ്റഡി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തടവ് കേന്ദ്രങ്ങൾ എന്ന് പറയും, ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അവിടെ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് നൽകുക. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ജയിൽ സിസ്റ്റത്തിനകത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് തടവുകാരുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കോടതി ശിക്ഷിച്ച് കുറ്റവാളികളായിട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരുണ്ടാവും. അതേപോലെ തന്നെ വിചാരണ തടവുകാരുണ്ടാവും. ഇപ്പോൾ സബ് ജയിലിലൊക്കെ കുറ്റകൃത്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ട് റിമാൻഡിൽ കഴിയുന്ന തടവുകാരുണ്ടാവും. അതേപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള കസ്റ്റഡി കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരിവിടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും, അതായത് ഇവരുടെ എന്തെങ്കിലും പരാതികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതികളിൽ അന്വേഷണം നടത്തുക, അധികാരികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ
നിലവിൽ സംസ്ഥാനത്തിലുള്ള വയോജനങ്ങളുടെ സ്ഥിതി വിവര കണക്കുകൾ, ഓക്കെ, അതായത് കേരളത്തിൽ എത്രത്തോളം വയോജനങ്ങളുണ്ട്, ആ വയോജനങ്ങളുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് എത്ര പ്രായമുള്ള എത്ര ആൾക്കാരുണ്ട്, ആ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, അവർ നേരിടുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അത് പ്രസിദ്ധീകരിക്കുക. ഓക്കെ, വയോജനങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ പീരിയോഡിക്കലായിട്ട് പ്രസിദ്ധീകരിക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ കമ്മീഷൻ്റെ പരിഗണനക്കായിട്ട് സംസ്ഥാന ഗവൺമെൻറ് മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ ഇവരുടെ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോമൺലി കാണുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ പലപ്പോഴും നമ്മൾ ഈ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നിയമങ്ങൾ ഈ ശിശു സൗഹാർദ്ദമാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വനിതാ സൗഹാർദ്ദമാവാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ശ്രമിക്കാറുണ്ട്. ഇനി നിങ്ങൾ കുറച്ചാലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കാണാൻ പോകുന്ന ഒരു ട്രെൻഡ് അതാണ്. കാരണം കേരളത്തിലെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പല നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ആക്കി മാറ്റേണ്ടി വരും. അതായത് അവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഈ കമ്മീഷൻ്റെ ഉപദേശം ചോദിക്കാം, അല്ലെങ്കിൽ ഈ കമ്മീഷനോട് പരിഗണിക്കാൻ ആവശ്യപ്പെടാം, ഈ പ്രശ്നം നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം കൊടുക്കുക. ഇതൊക്കെയാണ് ഈ കമ്മീഷൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കമ്മീഷൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതേപോലെ തന്നെ കമ്മീഷൻ ചെയ്യുന്ന മറ്റുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണിത് നിലവിൽ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ കമ്മീഷൻ്റെ ഘടന, അതേപോലെ അതിനകത്തുള്ള മെമ്പേഴ്സ്, ക്ഷണിതാക്കൾ, അതേപോലെ തന്നെ അവരുടെ നീക്കം ചെയ്യാനുള്ള ഈ അംഗങ്ങളെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങളും അതിനുള്ള രീതിയും, പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഓക്കെ ഇവിടം വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വയോജന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത കാര്യം. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പോൾ അതിനകത്ത് പറയാനുള്ള ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ കമ്മീഷൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ എൽഡർലി കമ്മീഷൻ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ വയോജന കമ്മീഷൻ നിയമം അനുസരിച്ച് ഈ കമ്മീഷന് ചില അധികാരങ്ങൾ, അതായത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള ചില അധികാരങ്ങൾ ഈ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ കേൾക്കുക, അതേപോലെ തന്നെ അതിൽ അന്വേഷണം നടത്തുക, പിന്നെ ജയിലുകൾ, ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് സമർപ്പിക്കുക, അങ്ങനെയുള്ള കുറേ ജോലികൾ ഇവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വയോജന കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടുന്ന ഒന്നാമത്തെ കാര്യമാണ് കമ്മീഷൻ്റെ ജോലി ചെയ്യാൻ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഈ നിയമം അനുസരിച്ച് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വയോജന കമ്മീഷൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ് വയോജനങ്ങളുടെ അവകാശ ലംഘനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടപെടുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷണം നടത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സേവനം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ എന്ത് ചെയ്യാം, സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇക്കാര്യം ആവശ്യപ്പെടാം. സംസ്ഥാന ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കമ്മീഷന് വിട്ടുകൊടുക്കും. അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, കമ്മീഷന് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കമ്മീഷൻ്റെ കീഴിലല്ല വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ ഉദ്യോഗസ്ഥരുടെ സേവനം കമ്മീഷന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലാതെ ഈ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളും സമാനമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സർക്കാരിൻ്റെയും അതത് സ്ഥാപനങ്ങളുടെയൊക്കെ അനുമതിയോട് കൂടിയിട്ട് ആ സ്ഥാപനങ്ങളുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളും കമ്മീഷന് ഉപയോഗിക്കാം. പിന്നെ ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മീഷൻ അവരുടെ ജോലികൾ ചെയ്യുന്ന സമയത്ത്
ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും കമ്മീഷനുണ്ടാവും. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് സിവിൽ കോടതിയിൽ എല്ലാ അധികാരങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, കമ്മീഷൻ എന്ത് ചെയ്യാം, ആളുകളെ വിളിച്ചു വരുത്താം, അവരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റുകൾ സ്വീകരിക്കാം. അഫിഡവിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സത്യപ്രസ്താവന എന്ന് പറയില്ലേ, അത് സ്വീകരിക്കാം. അതേപോലെ തന്നെ ആളുകളെ വിസ്തരിക്കാം. ഓക്കെ, ആളുകളെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാക്ഷികൾ വിസ്തരിക്കുന്ന പോലെ വിസ്തരിക്കാം. അതേപോലെ തന്നെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിനോടോ ഒക്കെ കമ്മീഷൻ്റെ മുന്നിൽ പരിഗണനയിലിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ആവശ്യപ്പെടാം. അതേപോലെ തന്നെ സത്യവാങ്മൂലത്തിലൂടെയുള്ള തെളിവുകൾ സ്വീകരിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ സർക്കാർ ഓഫീസിൽ നിന്നോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും പൊതുരേഖകൾ, പബ്ലിക് റെക്കോർഡ്സ് എന്ന് പറയും നമ്മൾ, പബ്ലിക് റെക്കോർഡ്സോ അതിൻ്റെ പകർപ്പുകളൊക്കെ അതിൻ്റെ കോപ്പീസൊക്കെ ആവശ്യപ്പെടാം. സാക്ഷികളെ ചോദ്യം ചെയ്യാം, രേഖകൾ പരിശോധിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ നിയമത്തിൽ പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങളിലൂടെ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും ചെയ്യാനുള്ള അധികാരം കമ്മീഷനുണ്ടാവും. ഇത് ആക്ച്വലി ഈ വയോജന കമ്മീഷന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേക അധികാരമൊന്നുമല്ല. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഈ സ്വഭാവത്തിലുള്ള എല്ലാ കമ്മീഷൻസിനും ഈ അധികാരമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. അതേപോലെ തന്നെ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന കമ്മീഷനുണ്ട്. പിന്നെ അതേപോലെ വനിതാ കമ്മീഷനുണ്ട്. ഇവർക്കൊക്കെ ഈ സെയിം അധികാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അധികാരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മീഷൻ എന്ത് വിളിക്കാം, ഇതിനെ നമുക്കൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, കാരണം കോടതികൾ പ്രവർത്തിക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ചില ജോലികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാക്ഷികളെ വിളിച്ചു വരുത്തുക, ആളുകളെ വിസ്തരിക്കുക, സാക്ഷികളെ ചോദ്യം ചെയ്യുക, രേഖകൾ ഹാജരാക്കാൻ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് സാധാരണഗതിയിൽ നമ്മൾ കോടതി നടപടികളിലാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള ബോഡിയും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതായത് കോടതികൾക്ക് സമാനമായിട്ടുള്ള ചില അധികാരങ്ങൾ കൈയാളുന്ന ഒരു കമ്മീഷനാണ് വയോജന കമ്മീഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇവരുടെ മറ്റൊരു അധികാരം. അതായത് ഇവർ എൻക്വയറീസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഇവർക്കുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെ പറയാം കമ്മീഷൻ്റെ സിറ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, കമ്മീഷൻ്റെ സിറ്റിംഗ് നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ്റെ മുന്നിലിരിക്കുന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു കേസിൽ അവർ അന്വേഷണം നടത്തുന്ന സമയത്ത് ആ പരാതിയുമായിട്ട് അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം നൽകണമെന്നും നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഈ വയോജന കമ്മീഷൻ്റെ മുന്നിൽ അവരുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി വന്നു, അല്ലെങ്കിൽ ഇവർ സോമോട്ടോ നേച്ചറിൽ സ്വമേധയാ ഒരു വിഷയത്തിനകത്ത് അന്വേഷണം തുടങ്ങിയെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സ്വയം ഒരു തീരുമാനം എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ആർക്കെതിരായിട്ടാണോ പരാതി വന്നിട്ടുള്ളത് അയാളുടെ പക്ഷം കൂടി കേൾക്കണം. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയാം. നിങ്ങൾ സ്വാഭാവിക നീതി എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് എതിർകക്ഷിയുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ കമ്മീഷൻ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക. അതല്ലെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്വാഭാവിക നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെതിരാണ് എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇത് ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മീഷൻസും ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ വയോജന കമ്മീഷൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ പരാതികളുടെ അന്വേഷണം പൂർത്തിയാക്കി ഇവരുടെ തീരുമാനങ്ങൾ അടങ്ങുന്ന ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടത് 1 മാസത്തിനകത്താണ്. ഓക്കെ, അതായത് 1 മാസത്തിനകത്ത് അന്വേഷണം നടത്തി അതിൽ ഇവർ കമ്മീഷൻ റിപ്പോർട്ടും ശുപാർശകളൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ശുപാർശകളിൽ ഉണ്ടാവുക ഈ കമ്മീഷൻ്റെ മുന്നിലിരിക്കുന്ന പരാതിക്കുള്ള പരിഹാരമായിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യണമെന്നായിരിക്കും. ഇപ്പോൾ അതിനകത്ത് ആരെങ്കിലും തെറ്റുകാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണം എന്ന് സർക്കാരിനോട് പറയും. അതേപോലെ തന്നെ ഇതിനകത്ത് വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക്, ഓക്കെ, ഈ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കമ്മീഷന് ശുപാർശയായിട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, കമ്മീഷൻ അന്വേഷണം നടത്തിയാൽ സർക്കാരിന് കൊടുക്കുന്നത് ശുപാർശയാണ് അല്ലെങ്കിൽ റെക്കമെൻഡേഷനാണ്. അതായത് ഇത് സർക്കാർ അംഗീകരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ, അതായത് ഇത്തരത്തിലുള്ള എല്ലാ കമ്മീഷൻസിലുള്ളൊരു പ്രശ്നമാണിത്. ഈ കമ്മീഷൻസ് എല്ലാം തന്നെ പല്ലില്ലാത്ത സിംഹം പോലെയാണ്. ഓക്കെ, നമ്മൾ ഈ ടൂത്ത്ലെസ് ടൈഗർ എന്ന് പറയുന്ന പോലെയാണ്. അതായത് പേപ്പർ ടൈഗേഴ്സാണ്.
അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ട് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കാനോ ഒരാൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നുള്ള അധികാരമല്ല. ഇവർക്ക് ചെയ്യാൻ പറ്റിയ ഈ പരാതികളിൽ അല്ലെങ്കിൽ സുവോമോട്ടോ നേച്ചറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക, ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ റിപ്പോർട്ടിന്മേലിൽ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും വനിതാ കമ്മീഷനാണെങ്കിലും ബാലാവകാശ കമ്മീഷനാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ റെക്കമെൻഡേറ്ററി നേച്ചറിലാണ്. അത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് അത് ഉപദേശമാണ്. സർക്കാരിന് വേണമെങ്കിൽ അത് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. അതല്ലാതെ ഇവർക്ക് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനോ എന്നുള്ള അധികാരം ഈ കമ്മീഷനില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ കമ്മീഷൻ്റെ അധികാരങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, ഈ കമ്മീഷന് സർക്കാരിൽ നിന്നല്ലാതെ തേർഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന്, മൂന്നാം കക്ഷികളുടെ കയ്യിൽ നിന്ന് സംഭാവനകളും എൻഡോമെൻറ്റുകളും വാങ്ങിക്കാൻ ചില അനുമതി ഈ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പറയുന്നത്, സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി സർക്കാർ പറയുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി സാഹിത്യം, സംസ്കാരം, കായികം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വയോജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മാനങ്ങൾക്കും എൻഡോമെൻറ്റുകൾക്കുമായി സംഘടനകളിൽ നിന്നോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സംഭാവനയായിട്ടോ വിഹിതമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ കമ്മീഷന് പണം സ്വീകരിക്കാം. അതായത് നമ്മൾ ഈ സ്പോൺസർഷിപ്പ് പോലുള്ള പരിപാടികൾ പറയുമല്ലോ, അത് ചെയ്യാം. ഇപ്പോൾ ഈ വയോജനങ്ങൾക്കിടയിലുള്ള സാഹിത്യം, സംസ്കാരം, കായിക മേഖലകളൊക്കെ അവരുടെ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാം ഈ കമ്മീഷന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ വിജയികളാവുന്ന ആളുകൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നൊക്കെ ഇവർക്ക് സംഭാവനകൾ സ്വീകരിക്കാം. അതിൽ തെറ്റില്ല. പക്ഷേ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് ഈ ഷെയ്ഡി ആയിട്ടുള്ള കമ്പനികളുടെ കയ്യിൽ നിന്ന്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ കയ്യിൽ നിന്നോ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കണ്ടീഷനുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിക്കണം. അതുകൂടാതെ സർക്കാർ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റു പല ഇത്തരത്തിലുള്ള കമ്മീഷൻസും ഈ കാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ചില കമ്മീഷൻസൊക്കെ നടത്തുന്ന ചില പ്രോഗ്രാംസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോഗ്രാംസിനൊക്കെ സ്പോൺസേഴ്സൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും പ്രോമിനൻ്റ് ആയിട്ട് കമ്പനികളൊക്കെ സ്പോൺസേഴ്സായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഇങ്ങനെ തേർഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് സംഭാവനകളൊന്നും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അതായത് കമ്മീഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടും. ഇതല്ലാത്ത ഇത്തരത്തിലുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രോത്സാഹന സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പണം ഇത്തരത്തിൽ കണ്ടെത്താം. അതിൽ തെറ്റില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻസ് ആൻഡ് ഓഡിറ്റ് ആണ്. അതായത് ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ്, അതിൻ്റെ ഓഡിറ്റ് നടത്തുന്നത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മീഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ കേസിൽ ഈ കമ്മീഷന് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് നിങ്ങൾ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. ഈ ബഡ്ജറ്റിനകത്ത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ സാമൂഹിക നീതി വകുപ്പിന് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന പണത്തിൽ ഒരു സബ് ഹെഡിങ് ആയിട്ട് ഈ കമ്മീഷനുള്ള ഗ്രാൻഡ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സാമൂഹിക നീതി വകുപ്പിനുള്ള ബഡ്ജറ്ററി ഗ്രാൻറ്റിനകത്താണ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള അക്കൗണ്ടൻറ്റ് ജനറലുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം കമ്മീഷൻ എന്ത് ചെയ്യണം? വർഷാവർഷം ഇവരുടെ ഒരു വാർഷിക റിപ്പോർട്ട്, അതായത് ഇവർക്ക് ബഡ്ജറ്റിൻ്റെ സമയത്ത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ ഗ്രാൻറ്റ് എങ്ങനെയാണ് ഇവർ ചിലവാക്കിയത്, എത്ര പണം ഇവർക്ക് കിട്ടി, അതിലെത്ര ഇവർ ചിലവാക്കി, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇവർ ചിലവാക്കിയത് എന്ന് പറയുന്ന ഒരു വാർഷിക റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവരെല്ലാ വർഷവും തയ്യാറാക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് അക്കൗണ്ട് ജനറലാണ്. ബേസിക്കലി CAGയുടെ കീഴിൽ വരുന്ന ആളാണ് അക്കൗണ്ട് ജനറൽ. AG എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും AG's ഓഫീസ്. ഒരു ചുവന്ന പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ഉണ്ട്.
അപ്പോൾ അവരാണ് ഈ കമ്മീഷൻ്റെ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ആ ഓഡിറ്റ് നടത്താൻ വേണ്ടി വരുന്ന തുക, ഓക്കെ, ആ ഓഡിറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് കമ്മീഷൻ എന്ത് ചെയ്യും? അക്കൗണ്ടൻറ്റ് ജനറലിന് കൊടുക്കും. ഓക്കെ, ഇതാണ് കമ്മീഷൻ്റെ കണക്കുകളും ഓഡിറ്റും. അപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. കമ്മീഷനുള്ള പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കും. കമ്മീഷൻ എല്ലാ വർഷവും അവരുടെ ഒരു വാർഷിക റിപ്പോർട്ട്, അവരുടെ വരവ് ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. അത് തയ്യാറാക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറലാണ്. അപ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യാനും ഈ കണക്കുകൾ തയ്യാറാക്കാനും വേണ്ടിയിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളുടെ ചെലവ് കമ്മീഷൻ വഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇവരുടെ കണക്കുകൾ ഓഡിറ്റും. പിന്നുള്ളത് ഇവരുടെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ടാണ്. ഇത് നമ്മൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ടല്ല, പകരം കമ്മീഷൻ്റെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ടാണ്. അതായത് ഈ കമ്മീഷന് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾ ഈ നിയമത്തിൽ പറഞ്ഞു ഈ കമ്മീഷന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇപ്പോൾ എത്ര സിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്, എത്ര പരാതികൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്, എത്ര പരാതികളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്, അതിലെത്ര പരാതികൾ ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പരാതികൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിലെത്ര ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, അത് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വാർഷിക റിപ്പോർട്ടെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ കൊടുക്കാം, പീരിയോഡിക്കലായിട്ട് അല്ലാത്ത റിപ്പോർട്ടുകളും കമ്മീഷന് കൊടുക്കാം. പക്ഷേ എല്ലാ വർഷവും നിർബന്ധമായിട്ടും ഒരു വാർഷിക റിപ്പോർട്ട്, ഒരു വാർഷിക പ്രവർത്തന റിപ്പോർട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിന് കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വാർഷിക റിപ്പോർട്ട് സാധാരണഗതിയിൽ അവർ കൊടുക്കേണ്ടത് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് 3 മാസത്തിനുള്ളിൽ. സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്. അപ്പം മാർച്ച് 31 കഴിഞ്ഞ് 3 മാസത്തിനകത്ത്, അതായത് ജൂൺ അവസാനമാകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഇവർ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണം. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്മീഷൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഇനി ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അത് കയ്യിൽ കിട്ടി 6 മാസത്തിനകത്ത് സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് നിയമസഭയുടെ മുന്നിൽ വെച്ചിരിക്കണം എന്നുണ്ട്. അപ്പോൾ നിയമസഭയുടെ മുന്നിൽ ചുമ്മാ ഈ റിപ്പോർട്ട് വെച്ചാൽ പോരാ, ഈ റിപ്പോർട്ട് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ സർക്കാരിൻ്റെതായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നോട്ട് കൂടി വെക്കും. ഓക്കെ, ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക നീതി വകുപ്പാണ് അത് നിയമസഭയിൽ വെക്കുക. അപ്പോൾ നിയമസഭയിൽ വെക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് ഉണ്ടാവും. ഈ റിപ്പോർട്ടിനകത്ത് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്, ഈ റിപ്പോർട്ടിനകത്ത് കമ്മീഷൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ റിജക്റ്റ് ചെയ്തത്, അതായത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തത്, അത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മെമ്മോറാണ്ടം കൂടി സാധാരണഗതിയിൽ റിപ്പോർട്ടിൻ്റെ കൂടെ സർക്കാർ വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയ്ക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ കമ്മീഷൻ ഏതെങ്കിലും ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് കൊടുത്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് റെക്കമെൻഡേഷനാണ്, പക്ഷേ അത് കേട്ടിട്ടില്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിട്ട് മാറും. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാം. ഈ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് കമ്മീഷൻ പറഞ്ഞ് ഇന്ന കാര്യം സർക്കാർ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിയമസഭാ രേഖയായിട്ട് മാറും. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്, ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ മിസ്ലേനിയസ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കമ്മീഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈ കമ്മീഷനകത്ത് പ്രവർത്തിക്കുന്ന കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങൾ, അതേപോലെ തന്നെ കമ്മീഷൻ്റെ സെക്രട്ടറിമാർ, കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഓക്കെ, ഇവർക്കെതിരായിട്ട് ഇവരുടെ ഈ നിയമം അനുസരിച്ചിട്ടുള്ള ജോലി നിയമപരമായിട്ടും സത്യസന്ധമായിട്ടും ഓക്കെ സതുദ്ദേശത്തോടു കൂടിയിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഇവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ്റെ ചെയർമാനും ഈ കമ്മീഷനിലെ അംഗങ്ങൾക്കും കമ്മീഷനിലെ സെക്രട്ടറിമാർക്കും കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും
നിയമപരമായിട്ടുള്ള പരിരക്ഷയുണ്ട്. അതായത് ഇവർ ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഇവർക്കെതിരായിട്ട് യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും പിന്നീട് സ്വീകരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ലീഗൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ എന്നാണ് പറയുക. ഈ കാര്യം ഇവർക്ക് ഈ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കമ്മീഷന് മുന്നിൽ ഒരു പരാതി വന്നു. ഈ പരാതിയിൽ കമ്മീഷൻ അന്വേഷണം നടത്തി കമ്മീഷൻ ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്ന് വെച്ചോ. അയാളിൽ നിന്ന് ഈ വിക്റ്റിമായിട്ടുള്ള ആൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തു. ഓക്കെ, പക്ഷേ ഈ കമ്മീഷൻ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കമ്മീഷൻ ഒരു പോലീസ് ഫോഴ്സ് ഒന്നുമല്ല. ഓക്കെ, കമ്മീഷൻ അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല. കമ്മീഷൻ ഒരു കോടതിയുമല്ല. അപ്പോൾ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ കമ്മീഷനകത്തുള്ള ഹിയറിംഗ് ഒന്നും നടന്നോളണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ സപ്പോസ് ഒരു സിനാരിയോ ആലോചിക്കാം, കമ്മീഷൻ ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് ഒരു വിക്ടിമിന് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്തു എന്ന് വെച്ചോ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് ഒരു കേസൊക്കെ ആയിട്ട് മാറി, ഇതിൽ അന്വേഷണം നടത്തി കോടതിയിൽ വന്നു. കോടതി കണ്ടെത്തുകയാണ് ഈ കമ്മീഷൻ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയ ആൾ നിരപരാധിയാണ് എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? നിരപരാധിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പണം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ കമ്മീഷനെതിരായിട്ട് നടപടി സ്വീകരിക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ കമ്മീഷൻ്റെ ചെയർമാനും കമ്മീഷൻ്റെ അംഗങ്ങളൊക്കെ ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ നിയമ നടപടി നേരിടേണ്ടി വരും. പക്ഷേ കമ്മീഷൻ ഇവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടാണോ അത് ചെയ്തത്? അല്ല, അവരുടെ ജോലി ചെയ്തതാണ്. അബദ്ധവശാൽ ഒരു പാവം അതിനകത്ത് പെട്ടുപോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നിയമ നടപടികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ് ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ഈ കമ്മീഷൻ്റെ ജോലികൾ ചെയ്യുന്ന ജോലികളുടെ ഭാഗമായിട്ട് സത്യസന്ധമായിട്ട്, അതേപോലെ തന്നെ സതുദ്ദേശപരമായിട്ട്, അതായത് ഒരു അൾട്ടീരിയർ മോട്ടീവ് ഒന്നും പാടില്ല. ഓക്കെ, കള്ളത്തരം കാണിച്ചിട്ട് ആരെങ്കിലും പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്. അതിൻ്റെ പേരിൽ ഇവർ നിയമ നടപടി നേരിടേണ്ടി വരും. അതല്ലാതെ ഇവർ സതുദ്ദേശപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെതിരായിട്ട് അതിൻ്റെ പേരിൽ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ ഇവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതും ഈ കമ്മീഷൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇത് ഇത്തരത്തിലുള്ള എല്ലാ കമ്മീഷൻസിൻ്റെ കേസിലും പറയുന്നൊരു കാര്യമാണ്. ഈവൻ നിങ്ങൾ ലോകായുക്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോകായുക്തയുടെ കാര്യത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടും, അല്ലെങ്കിൽ ലീഗൽ ഇമ്മ്യൂണിറ്റി കിട്ടും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ. ഓക്കെ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നിയമ നടപടികളിൽ നിന്ന് അവർക്ക് ഈ നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ഈ കമ്മീഷന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അവരെപ്പോഴും പേടിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കുന്നത്. ഓക്കെ, പിന്നുള്ളത് രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ഇതിലെ അംഗങ്ങൾ, സെക്രട്ടറി, മറ്റുള്ള ഉദ്യോഗസ്ഥർ, ഓക്കെ, ഇവരെല്ലാം തന്നെ 2023 ഭാരതീയ ന്യായ സംഹിത, അതായത് നമ്മുടെ പഴയ IPCക്ക് പകരം വന്നിട്ടുള്ള നിയമം, ആ നിയമം അനുസരിച്ച് പബ്ലിക് സെർവൻറ്റ് എന്നുള്ള അല്ലെങ്കിൽ പൊതുസേവകനായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ പബ്ലിക് സെർവൻ്റായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ പബ്ലിക് സെർവൻസിന് കിട്ടുന്ന ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക് സെർവൻസിനുള്ള ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അത് ഇവർക്ക് എല്ലാവർക്കും ബാധകമായിരിക്കും. ഓക്കെ, ഈ പബ്ലിക് സെർവൻസിന് അല്ലെങ്കിൽ പൊതുസേവകർക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ചില പരിരക്ഷകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ അയാൾക്കെതിരായിട്ട് ചുമ്മാ പോയിട്ട് ഒരാൾക്ക് നിയമ നടപടി സ്വീകരിക്കാനൊന്നും പറ്റില്ല. ഇവർക്ക് ഒരു പരിധി വരെ ചില ഇമ്മ്യൂണിറ്റീസ് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണം എന്നുള്ള കാര്യം കേൾക്കുന്നത്. ഓക്കെ, പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് അഴിമതി ആരോപണം വന്നാലും ആ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തി അയാൾക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കണം. അതാണ് ഗവൺമെൻറ് പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിരക്ഷകൾ ഇവർക്ക് കിട്ടും. അതേസമയം ഇതേ നിയമം അനുസരിച്ച് പബ്ലിക് സെർവൻസിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഇവർക്കും ബാധകമായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിയമപ്രകാരം സർക്കാർ നിർമ്മിക്കുന്ന എല്ലാ ചട്ടങ്ങളും എത്രയും പെട്ടെന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇതെല്ലാ നിയമങ്ങളും, ഈ കമ്മീഷനിൽ നിന്നല്ല എല്ലാ നിയമങ്ങളിലും ഉണ്ടാകുന്നൊരു പ്രൊവിഷനാണിത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളൊരു നിയമം നോക്കിക്കഴിഞ്ഞാൽ നിയമങ്ങൾ എപ്പോഴും ഒരു സ്കെൽട്ടൺ ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചട്ടക്കൂട് മാത്രമാണ്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല.
അപ്പോൾ ഈ നിയമങ്ങളിലൊക്കെ അവസാനത്തിൽ എഴുതി വെക്കുന്നൊരു കാര്യമുണ്ട്, ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ചട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ റൂൾസ് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ കേസിലും അത് തന്നെയാണ് അവസ്ഥ. ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത്തരത്തിൽ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത നിയമസഭാ സമ്മേളനം എപ്പോഴാണോ ആ നിയമസഭയുടെ മുന്നിൽ വെക്കണം. നിയമസഭ ഓക്കെ ഈ ചട്ടം പരിഗണിച്ചിട്ട് ആ ചട്ടത്തിന് അനുവാദം കൊടുത്താൽ മാത്രമേ ആ ചട്ടം നടപ്പിലാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് 14 ദിവസത്തിനകത്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 14 ദിവസത്തിനകത്ത് അടുത്ത സമ്മേളനം നടന്നിട്ടില്ലെങ്കിൽ അടുത്ത സമ്മേളനം എപ്പോഴാണോ അപ്പോൾ അത് നിയമസഭയുടെ മുന്നിൽ വെക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. കാരണം നിയമനിർമ്മാണ അധികാരം ശരിക്കും നിയമനിർമ്മാണ സഭകൾക്കാണുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഈ നിയമനിർമ്മാണ സഭകൾ മാത്രമല്ല, കുറേ കാര്യങ്ങളിൽ നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ സൈഡ് തീരുമാനിക്കുക എക്സിക്യൂട്ടീവാണ്. അതാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ. അതായത് കമ്മീഷനിലെ അംഗങ്ങൾക്കും കമ്മീഷൻ്റെ ചെയർമാനും ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രോസിക്യൂഷനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവർ ഭാരതീയ ന്യായ സംഹിത നിയമം അനുസരിച്ച് പബ്ലിക് സർവൻസ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ആ ചട്ടം 14 ദിവസത്തിനകത്ത് നിയമസഭയുടെ മുന്നിൽ വെക്കണം. നിയമസഭയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ആ ചട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കമ്മീഷൻ്റെ കേസിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചില ഫാക്റ്റുകളാണ്. ഇത് ജസ്റ്റ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ കേസ്, ഈ കേരള വയോജന കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന ആൾ ആരാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് പിണറായി വിജയനാണ്. കാരണം ഏറ്റവും റീസെൻ്റ്ലി ആണ്, കഴിഞ്ഞ വർഷമാണ് ഈ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയനായിരുന്നു ഈ നിയമം നിലവിൽ വരുന്ന സമയത്തും ആദ്യത്തെ വയോജന കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്തും മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി ഈ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഓക്കെ നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദു ആണ്. ഓക്കെ, അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഈ കമ്മീഷൻ്റെ പാരൻ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലാണ് ഈ കമ്മീഷൻ വരിക. അതായത് സാമൂഹിക നീതി വകുപ്പ് നേരിട്ട് ഈ കമ്മീഷനെ കൺട്രോൾ ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. എല്ലാ കമ്മീഷൻസിൻ്റെ മുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലൊരു മിനിസ്ട്രി ഉണ്ടാവും. അതിവിടെ സാമൂഹിക നീതി വകുപ്പാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് കേരള ഗവർണറായിട്ടുള്ള ആൾ രാജേന്ദ്ര അർലേക്കറാണ്. അതായത് നിലവിലുള്ള നമ്മുടെ കേരള ഗവർണറാണ്. പിന്നെ ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 1 ആണ്, ഒക്ടോബർ 1. ഓക്കെ, ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന് എല്ലാ വർഷവും ഒരു പ്രമേയം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തീം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രാദേശികവും ആഗോളവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നയിക്കുന്ന വയോജനങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ക്ഷേമം, നമ്മുടെ അവകാശങ്ങൾ എന്നായിരുന്നു. ഓക്കെ, ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ്, അവർ ആസ്പിറേഷൻസ്, അവർ വെൽബീയിങ് ആൻഡ് അവർ റൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കി ഈ പറയുന്ന വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടെയുള്ളൂ. കാരണം ലോകം മൊത്തത്തിൽ വയസ്സന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിലോ റീപ്ലേസ്മെൻറ്റ് ലെവലായിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള എക്സെപ്ഷൻസ് ഈ സബ് സഹാറൻ ആഫ്രിക്കയിലുള്ള ചില രാജ്യങ്ങളും പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ പോലുള്ള ചില രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ആളുകളുടെ മീഡിയൻ ഏജും അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വയോജന കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ ദേശീയ തലത്തിലൊക്കെ മിക്കവാറും കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അത് കേരളം ആദ്യം ചെയ്തു എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഈ ഏറ്റവും അധികം ഓൾഡ് ഏജ് പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരും ഇത് ചെയ്യേണ്ടി വരും. കാരണം എല്ലാ സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ തമിഴ്നാടൊക്കെ ഇമ്മീഡിയറ്റ്ലി കേരളം പോലെ തന്നെ ആവും. കാരണം തമിഴ്നാട്ടിലെയും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ബിലോ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ കൂടുതലായിട്ട് ന്യൂസിൽ കാണും. അപ്പോൾ 2025 ഇവരുടെ പ്രമേയം ഇതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അത് 14567 ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമായിട്ട്, അതായത് അവരെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 15 ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വയോജന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ്റെ അധികാരങ്ങളാണ് പറഞ്ഞത്. ആ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. എല്ലാ കമ്മീഷൻസിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ അധികാരങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓർത്തിരിക്കുക, ഈ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശുപാർശകളാണ്, റെക്കമെൻഡേഷൻസ് ആണ്. ബൈൻഡിങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം, അതായത് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം മറ്റുള്ള കമ്മീഷൻസ് പോലെ വയോജന കമ്മീഷനും ഇല്ല. ഇവർ പറയുന്നത് ജസ്റ്റ് റെക്കമെൻഡേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനൊന്നുള്ള അധികാരം കമ്മീഷനില്ല. അവർക്ക് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ കമ്മീഷൻ ഇത്തരത്തിൽ തേർഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് സർക്കാരിൻ്റെ മുൻകൂർ അനുവാദത്തോട് കൂടിയിട്ട് സർക്കാർ പറയുന്ന നിബന്ധനകൾക്ക് ബാധകമായിക്കൊണ്ട് സംഭാവനകളൊക്കെ സ്വീകരിക്കാം. പിന്നെ അവർക്ക് വേണ്ട കമ്മീഷന് പ്രവർത്തിക്കാൻ വേണ്ട തുക സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കും. അത് ഓഡിറ്റ് ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ് ജനറലാണ്. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവ് കമ്മീഷൻ കൊടുക്കും. ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കും. ഇനി കമ്മീഷൻ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു വാർഷിക റിപ്പോർട്ടെങ്കിലും കൊടുക്കണമെന്നുണ്ട്. ആ വാർഷിക റിപ്പോർട്ട് ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞ് 3 മാസത്തിനകത്ത് കൊടുക്കണമെന്നുണ്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ 6 മാസത്തിനകത്ത് നിയമസഭയുടെ മുന്നിൽ വെക്കണം. നിയമസഭയിൽ ആ റിപ്പോർട്ട് വെച്ചാൽ മാത്രം പോരാ, ആ റിപ്പോർട്ടിനകത്ത് മറ്റ് ചില കാര്യങ്ങളും കൂടി സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നടപടി സ്വീകരിച്ചു, എന്തൊക്കെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പറയണം. പിന്നെ അതേപോലെ തന്നെ ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഈ കമ്മീഷനിലെ ചെയർപേഴ്സണെതിരായിട്ടോ അംഗങ്ങൾക്കെതിരായിട്ടോ സെക്രട്ടറിമാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ കമ്മീഷൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരായിട്ടോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് ഭാവിയിൽ നിയമ നടപടികളൊന്നും സ്വീകരിക്കാൻ പാടില്ല. അതായത് ഇവർക്ക് പ്രോസിക്യൂഷനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പബ്ലിക് സർവൻസ് ആയിട്ട് അല്ലെങ്കിൽ പൊതുസേവകരായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷേ ആ ചട്ടങ്ങൾ ഇമ്മീഡിയറ്റ്ലി സംസ്ഥാന നിയമസഭയുടെ മുന്നിൽ വെക്കണം. നിയമസഭാ ചട്ടങ്ങൾക്ക് അംഗീകാരം കൊടുത്താലേ അത് നടപ്പിലാക്കാൻ പറ്റൂ. പിന്നെ പറഞ്ഞത് ഈ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ്. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയായിരുന്നത് ആർ ബിന്ദുവാണ്. ഗവർണറായിട്ടിരുന്നത് രാജേന്ദ്ര അർലേക്കറാണ്. അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 1 ഈ വർഷത്തെ വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻ, അവർ ആസ്പിറേഷൻസ് വെൽബീയിങ് ആൻഡ് അവർ റൈറ്റ്സ് എന്നാണ്. പിന്നെ ഇവരുടെ ടോൾ ഫ്രീ നമ്പർ 14567 ആണ്. ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമായിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സംസ്ഥാന വയോജന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഈ ടോപ്പിക്ക് ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ,